ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വളരെ ഈസി ആയിട്ടുള്ളൊരു പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പൈനാപ്പിൾ പുഡിംഗ്. ഇത് വളരെ എളുപ്പമാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് നല്ല പഴുത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിളാണ് വേണ്ടത്. അപ്പോൾ എൻ്റെ അടുത്തുള്ളൊരു പൈനാപ്പിൾ അധികം മധുരമല്ല, എങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ, കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്തിട്ട്. അപ്പോൾ ഇതിന് കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ ആദ്യം ഈ ഒരു ഭാഗം ഉണ്ടല്ലോ പൈനാപ്പിളിൻ്റെ, ഇതൊന്ന് കട്ട് ചെയ്ത് കളയണം. കാരണം നമ്മുടെ പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കും പഞ്ചസാരയിലിട്ടിട്ട്. അപ്പോൾ വേവിച്ചെടുക്കുമ്പോൾ മറ്റു ഭാഗം നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഈ ഒരു ഭാഗം ഒട്ടും സോഫ്റ്റ് ആവില്ല. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് കളയാം. ശേഷം നമുക്കിത് നല്ല കുഞ്ഞായിട്ടൊന്ന് മുറിച്ചെടുക്കുക. ഇതുപോലെ മുറിച്ചെടുക്കണം. അപ്പോൾ ഞാൻ പൈനാപ്പിൾ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് വിളയിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാന് ചൂടാക്കി എടുക്കുക. അതിലേക്ക് 2 കപ്പ് പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങൾ എടുക്കണ പൈനാപ്പിളിൻ്റെ മധുരത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. നല്ല മധുരമുള്ള പൈനാപ്പിളാണെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണൊക്കെ പഞ്ചസാര മതിയാകും. അപ്പോൾ ഞാനെടുത്ത പൈനാപ്പിളിന് അല്പം മധുരം കുറവായതുകൊണ്ടാണ് ഞാൻ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തത്. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുക. പൈനാപ്പിളിൽ നിന്ന് അല്പം വെള്ളമൊക്കെ ഒന്നിങ്ങനെ ഇറങ്ങി വരും. ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ച് നല്ല ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ നല്ല വിളഞ്ഞ് വന്നിട്ടുണ്ട്. ഒട്ടും വെള്ളമല്ല, നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഒരു പാലിൻ്റെ ഒരു മിക്സ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു പാന് ചൂടാക്കി അതിലേക്ക് 2 കപ്പ് പാലൊഴിച്ച് കൊടുക്കുക. കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടില്ല കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പോളം കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്. നമ്മളിത് തണുപ്പിച്ച് കഴിക്കണതുകൊണ്ട് മധുരം അല്പം മുന്നിട്ട് നിൽക്കണതാണ് നല്ലത്. എങ്ങനെ നമ്മുടെ പുഡിങ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കൊടുത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഒരിത്തിരി മധുരത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഏകദേശം 2 ടേബിൾ സ്പൂണും കൂടെ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. കണ്ടൻസ്ഡ് മിൽക്കും പാലും കൂടെ നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇതിപ്പോൾ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് 6 ഗ്രാം ചൈന ഗ്രാസും പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഞാൻ മറ്റേ സ്റ്റൗവിൽ അലിയിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ചൈന ഗ്രാസ് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നല്ല പോലെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കെട്ടാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നല്ല പോലെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് പൈനാപ്പിളിൻ്റെ എസൻസ് ആണ്. ഒരു 2 പാലിൻ്റെ മിക്സിന് ഒരു പൈനാപ്പിളിൻ്റെ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചെയ്യുന്നത്. അപ്പോൾ അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി നിങ്ങൾക്ക് വാനിലേൻ്റെ ഫ്ലേവറാണ് കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ വാനിലേൻ്റെ ഫ്ലേവർ ചേർത്താൽ മതി.
അപ്പോൾ നമ്മുടെ മിൽക്കിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യുക. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ സെറ്റ് ചെയ്യാനായിട്ടുള്ളൊരു പാത്രത്തിലേക്ക് ആദ്യം നമ്മൾ വിളയിച്ച് വെച്ചിട്ടുള്ള പൈനാപ്പിൾ ഉണ്ടല്ലോ, അതൊരു ലെയറായിട്ട് നമുക്ക് ആദ്യം കൊടുക്കാം. അതിന് മുകളിലായിട്ട് നമ്മുടെ പാലിൻ്റെ ആ മിക്സ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കണം. അത് അരിച്ചിട്ട് വേണം ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. കാരണം പാലിൻ്റെ പാടയും പിന്നെ നമ്മൾ അലിഞ്ഞു പോവാത്ത കുറച്ച് ചൈന ഗ്രാസിൻ്റെ പീസസൊക്കെ ഉണ്ടാകും. അതൊക്കെ ഇപ്പയിലൂടെ അരിച്ചിട്ട് ഈ ഒരു പാല് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ പുഡിങ് ഇനി ഒന്ന് ചൂടാറി വരട്ടെ. അപ്പോഴേക്കും ഇത് ഒന്ന് സെറ്റായി കിട്ടുകയും ചെയ്യും. സെറ്റായതിനു ശേഷം നമുക്കിത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് റാപ്പ് ചെയ്ത് 2-3 മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ല തണുത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് നമുക്കിത് ചെയ്തെടുക്കാൻ. ഞാൻ കുറച്ച് ബദാമും പൈനാപ്പിളും വെച്ചിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു കൊടുക്കും. അപ്പോൾ ഈ ഒരു പെരുന്നാളിന് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് തന്നെ അറിയിക്കുക. ഇനി പുതിയ നല്ല നല്ല റെസിപ്പീസുമായി വരുന്നത് വരെ താങ്ക് യു.